വിവാഹിതരായ സീരിയലിന്റെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ കടയിലില്ലാത്ത ഒരു ദിവസം നമ്മളെ ലക്ഷ്മി ചേച്ചിയാണെങ്കിൽ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, "ഭൂമി ഇല്ലേ ലക്ഷ്മി?" എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ലക്ഷ്മി ചേച്ചി പറയുന്നത്, "ഇല്ല, ഭൂമിയാണെങ്കിൽ ഒരു ആവശ്യമായിട്ട് വീട്ടിലോട്ട് പോയതാന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മള് ലക്ഷ്മി ചേച്ചി ചോദിക്കുന്നുണ്ട്, "എന്താ പറ്റിയത്?" "അല്ല, ഈ ചായയില് ആ ഒരു ചേരുവകളൊന്നും അങ്ങോട്ട് ശരിയായില്ല" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ലക്ഷ്മി ചേച്ചി പറയുന്നുണ്ട്, "എന്നാ ശരി, ഞാൻ വേറെ ചായ ഇട്ട് തരാന്ന്" പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കി അങ്ങോട്ട് വരുന്നുണ്ട് ട്ടോ. അങ്ങനാണെങ്കി ഭൂമി ചോദിക്കുന്നുണ്ട്, "എന്താ ഏട്ടാന്ന്?" ചോദിക്കുന്ന സമയത്ത്, "അല്ല, ഈ ചായയില് ആ ഒരു ചേരുവയൊന്നും അങ്ങോട്ട് റെഡിയായില്ലാന്നൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അപ്പോഴത്തേക്കും ഭൂമി പറയുന്നുണ്ട്, "ആ, അത് ഞാനിപ്പോ ശരിയാക്കി തരാന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കി ചായയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അയാള് പറയുന്നുണ്ട്, "ആ, ഇപ്പം ചായയെല്ലാം റെഡിയായി" എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ നമ്മളെ ലക്ഷ്മി ചേച്ചി പറയുന്നുണ്ട്, "കണ്ടാ ഭൂമി, ഇപ്പൊ തന്നെ ഒരു ചായക്ക് തന്നെ എല്ലാരും എന്നെ കുറ്റം പറയുന്നുണ്ട്. ഇനിയിപ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "അത് കുഴപ്പമൊന്നുമില്ല. നാളെ തൊട്ട് ഞാനും ഉണ്ടല്ലോ ചേച്ചിയുടെ കൂടെ എല്ലാത്തിനും" എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പം നമ്മളെ ലക്ഷ്മി ചേച്ചി ചോദിക്കുന്നുണ്ട്, "എന്ത് പോകുന്നില്ലേ?" "ഇല്ല, ഞാൻ പോകുന്നില്ല" എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ലക്ഷ്മി ചേച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. നമ്മളെ ലക്ഷ്മി ചേച്ചി നമ്മളെ ഭൂമിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മളെ അച്യുതനാട്ടോ. അപ്പം അച്യുതനാണെങ്കിൽ അംബികയുടെ അടുത്ത് പറയുന്നുണ്ട്, "അതെ, നാളെ നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ കണക്ക് നമ്മള് നടത്തുന്നുണ്ട്. അപ്പം അതിന് നമ്മളെ അയൽക്കാരെയും ഭൂമിയുടെ കൂട്ടുകാരെയും പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ള അവരെയൊക്കെ വിളിക്കണം. പിന്നെ നമ്മളെ സൗഭാഗ്യപുരത്തുള്ള അവരെയും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മളെ അംബിക ചോദിക്കുന്നുണ്ട്, "അതിന് സൗഭാഗ്യപുരത്തുള്ളവരൊക്കെ വരുവോ അച്യുതേട്ടാ?" എന്നൊക്കെ ചോദിക്കുമ്പോൾ, "ആ, അതൊക്കെ അവര് വരുമെന്നേ. അവർക്കൊക്കെ ആണെങ്കില് നമ്മളെ മോളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. അതുകൊണ്ട് അവരെല്ലാം വരുമെന്നൊക്കെ" നമ്മളെ അച്യുതൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടേ. അങ്ങനെ നമ്മളെ അച്യുതന്റെ അടുത്താണെങ്കില് അംബിക ചോദിക്കുന്നുണ്ട്, "അതല്ല, മോളാണെങ്കി അവിടെ പോകുന്ന സമയത്ത് പോയിട്ട് വന്നിട്ട് മോള് പറഞ്ഞായിരുന്നല്ലോ, ആ വീട്ടിൽ എന്തോ ഒരു മോള് മുമ്പ് പോയിട്ടുള്ളത് കണക്കൊക്കെ ഉള്ളൊരു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ" എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പം നമ്മളെ അച്യുതൻ പറഞ്ഞു, "ആ, അതൊക്കെ മോള് ചുമ്മാ അതൊക്കെ വെറുതെ തോന്നിയതാന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മളെ അംബിക ചോദിക്കുന്നുണ്ട്, "അല്ല ചേട്ടാ, നമ്മളെ ഭൂമിയുടെ അച്ഛനും അമ്മയൊക്കെ ആരാണെന്ന് അറിയാവോ?" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "ആ, അതൊക്കെ നാളെ അറിയാലോ" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്യുതൻ ചോദിക്കുന്നത്, "നമുക്ക് മോൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്മാനമൊക്കെ കൊടുക്കണ്ടേ?" എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ അംബിക ചോദിക്കും, "നമ്മളെന്താ കൊടുക്കുക? നമുക്കാണെങ്കിൽ ആ ശീലാവതി നാടകത്തിന്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് അഭിനയിച്ചാലോ?" അപ്പം അംബിക പറഞ്ഞു, "അതൊക്കെ ഞാൻ മറന്നു വെച്ചോട്ടോ. അതൊക്കെ കുറേ നാളായില്ലേ. നീ മറക്കാൻ, നീ ഒരുപാട് വട്ടം അതൊക്കെ കളിച്ചതല്ലേ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭൂമിയാണെങ്കിലും നമ്മളെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എല്ലാരെയൊക്കെ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കിൽ അജയ് അവിടെ പോയൊക്കെ വിളിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അജയടുത്ത് കാണുമ്പം നമ്മളെ ഭൂമിയെ കാണുമ്പോ അജയ് ചോദിക്കുന്നുണ്ട്, "ആ, താൻ പോയില്ലേടോ ഭൂമിന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭൂമി, ഞാൻ പോകാൻ വേണ്ടി സാർ സന്തോഷത്തിൽ ഇരുന്നയാണോ" എന്നൊക്കെ ചോദിക്കുമ്പോ, "ഏയ്, ഒന്ന് പോടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പൊ ഭൂമി പറയുന്നത്, "ഇല്ല സാറേ, പോയില്ല. പിന്നെ നാളെ ഞങ്ങളെ വീട്ടില് ഒരു ഫാദേഴ്സ് ഡേയുടെ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പം സാറൊക്കെ വരുമോന്നൊക്കെ" ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മള് അജയ് പറയുന്നത്, "ഫാദേഴ്സ് ഡേ ഇപ്പോഴല്ലല്ലോ." "ഓ, അതൊക്കെ ആരാ സാറേ കണ്ടുപിടിച്ചത്? അതൊക്കെ ഈ സായിപ്പന്മാരല്ലേ കണ്ടുപിടിച്ചത്. അപ്പം ഞാനിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത് നാളെയാണ് ഫാദേഴ്സ് ഡേ" എന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മളെ ഭൂമി അജയൊക്കെ കുറച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "ഞാനാണെങ്കിൽ എന്താ പോവാത്തതെന്ന് അറിയാവോ? സാറിന്റെ കല്യാണവും നിശ്ചയമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മൾ അജയ് പറയുന്നു, "ഓ, നശിപ്പിച്ച് കളഞ്ഞു. എന്റെ മോള് തന്നെ ഇല്ലാതാക്കിയെന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മള് അജയുടെ അടുത്താണെങ്കില് നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "ആ, ഞാനാണെങ്കില് പായസത്തിനകത്താണെങ്കിൽ ഇച്ചിരി നെല്ലിക്കയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നല്ലേ പറയുന്നതെന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയാണെങ്കിൽ അവിടുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം അജയ് പറയുന്നത്, "ഓ, എന്റെ മൂടെല്ലാം കളഞ്ഞ്. ആ ഒരു വിവാഹ നിശ്ചയത്തിന്റെ കാര്യം കേട്ടതോടെ എന്റെ മൂഡ് മൊത്തത്തിൽ പോയെന്നൊക്കെ" നമ്മളെ അജയ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ഭൂമിയാണെങ്കിൽ നേരെ സൗഭാഗ്യപുരത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ നമ്മളെ ഭൂമിയെ കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭവാനി ചിന്തിക്കുന്നുണ്ട്, "ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേന്നൊക്കെ." അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ ചെന്നിട്ട് എല്ലായിടത്തുമൊക്കെ പറയുന്നുണ്ട്, "നാളെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരണമെന്നൊക്കെ" പറയുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, "ആ, വരാം മോളെ" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ എല്ലാവരെയും മാറി മാറിയൊക്കെ വിളിക്കുന്നുണ്ട് ട്ടോ. എല്ലാവരും വരണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ഭവാനി പറയുന്നുണ്ട്, "ആ, ഞാൻ നോക്കട്ടെ" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, "മോളെ, നില്ല്, ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നും" പറഞ്ഞ് നമ്മളെ സംഗീതയും മുത്തശ്ശിയും കൂടെ നമ്മളെ ഭൂമി അകത്തോട്ടൊക്കെ കൊണ്ടുവന്നു ട്ടോ. ഈ സമയത്താണെങ്കിലും നമ്മളെ ഭവാനിക്കാണെങ്കിൽ ആ ഒരു ടെൻഷൻ. ഇപ്പൊ നാളെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇനി ഭൂമി നമ്മളെ സത്യന്റെ മകളാണെന്ന് വിളിച്ച് അച്യുതൻ പറയാൻ വേണ്ടിയാണ് ഇനി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ നമ്മളെ ഭവാനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഭവാനി ഉടനെ ഗുണ്ടയെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഗുണ്ടയുടെ ഫോണിലാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭവാനിയാണെങ്കിൽ ആ ടെൻഷനായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഭൂമിയാണെങ്കിൽ നേരെ സത്യന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ട്ടോ. അപ്പം സത്യനാണെങ്കിൽ അവിടെ മദ്യം വെച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെ ഭൂമിയെ കാണുമ്പോൾ സത്യനാണെങ്കിൽ അതെടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമി പറയുന്നുണ്ട്, മാറ്റിയൊന്നും വേണ്ട, ഞാൻ കണ്ടിട്ടുണ്ട്. ആ, ഞാനും കൂടെ വേണമെങ്കിൽ സാറിന്റെ കമ്പനി തരാന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മളെ സത്യം പറഞ്ഞാ, "ഏയ്, ഇല്ല മോളെ" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറയുന്നത്, "എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ കുടിച്ച് ഇതാക്കുന്നത്? നാളെ സാറിന്റെ ഫാമിലിയെ തിരിച്ച് കിട്ടുന്ന സമയത്താണെങ്കിൽ സാർ ഒരു കരൾ രോഗിയായിട്ടായിരിക്കും ചിലപ്പോൾ പിന്നെ അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സത്യം പറയുന്നുണ്ട്, "മോളെ, ഞാനാണെങ്കിൽ നീ ഓരോ ദിവസവും
നീ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മോൾ എൻ്റെ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ സാറിൻ്റെ മകളായിരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സത്യനാണെങ്കിൽ നല്ലൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.